മക്കളെ, നമ്മുടെ ആ ചേട്ടൻ നിങ്ങൾ കാണുന്നുണ്ടോ? ആ ചേട്ടൻ ഒരു സർക്കുലർ റോഡിലൂടെ ഇങ്ങനെ വട്ടം കറങ്ങി പോവാണ്. ആ ചേട്ടൻ പോകുന്ന സ്പീഡ് തന്നിട്ടുണ്ട് 18 km/h ആണ്. ഞാൻ അന്നേരെ പറഞ്ഞാണ് അത്ര സ്പീഡിൽ പോകല്ലെന്ന്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആ ചേട്ടൻ ആ ടേൺ തിരിയാൻ നേരത്ത് തെന്നി പോകില്ലെന്നാണ് ചോദിച്ചിരിക്കുന്നത്, സ്ലിപ്പ് ചെയ്യില്ലെന്നാണ്. അപ്പോൾ നമുക്കറിയാം ഒരു സർക്കുലർ റോഡിലൂടെ പോകുന്ന മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? യെസ്, മാക്സിമം പെർമിസിബിൾ സ്പീഡ് എന്ന് പറയുന്നത് √μ/g ആണ്. √μ/g ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മ്യൂവിൻ്റെ വാല്യൂ 0.1 ആണ്. ആറിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? ആറിൻ്റെ വാല്യൂ 3 എന്ന് കൊടുക്കാം. ജിയുടെ വാല്യൂ ഞാൻ തൽക്കാലം 10 എന്ന് വിളിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് √3 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ √3 m/s ആ റോഡിലൂടെ പോകാൻ പറ്റത്തുള്ളൂ. ഇനി ചേട്ടൻ പോയ സ്പീഡ് കാണണോ? എന്നാ പിടിച്ചോ, ചേട്ടൻ പോയ സ്പീഡ്. നമുക്ക് സൈക്ലിസ്റ്റിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാം. എത്രയാണ്? 18 km/h ആണ്. ഈ km/h m/s ആക്കണം. എന്ത് ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. 5/18 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എന്ത് കിട്ടും മക്കളെ? 5 m/s. √3 പോകേണ്ടിടത്ത് 5 m/s പോയാൽ എന്താ സംഭവിക്കുന്നത്? റോഡിൽ നിന്ന് തന്നെ ഒരു അട്ട പോക്ക് പോകും, ചേട്ടൻ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഞാൻ അന്നേരെ പറഞ്ഞ സ്പീഡ് കുറച്ച് പോകണമെന്ന്. ഇതേപോലെ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. അത് ക്രാക്ക് ചെയ്യാൻ ഇന്ന് രാത്രി 7 മണിക്ക് ലൈവിൽ വരിക. നമുക്ക് സൂപ്പറായിട്ട് പഠിക്കാം, തകർത്ത് പഠിക്കാം മക്കളെ.